ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? ഞാനിതാ കുഞ്ഞു വീഡിയോ ആയിട്ട് ഓടി വന്നിട്ടുണ്ട്. രാവിലെ എണീച്ചപ്പാടും വേഗം മുകളിലൊന്ന് കഴുകിയിട്ട് ഒന്ന് ഫ്രഷ് ആവുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എണീക്കുമ്പോൾ. അപ്പോൾ അതിനുള്ള ഒരു തത്രപ്പാടാണ്. വേഗം ഒന്ന് മുടിയെല്ലാം വാരിക്കെട്ടാനുള്ള പോക്കാണ് കേട്ടോ. പിന്നെ അടുക്കളയിൽ വന്നിട്ട് ഞാൻ തലേന്നത്തെ മാവൊന്നും എടുത്തിട്ട് വേഗം പുറത്തെടുത്ത് വെച്ചേട്ടാ. അതൊന്ന് തണിഞ്ഞ് കിട്ടണം, എന്നിട്ട് വേണം എനിക്ക് ദോശ ചൂടാൻ. ഇഡ്ഡലീൻ്റെ മാവാണ്. അപ്പോൾ ഇവളെന്നും വന്നിനില്ലേന്ന് വെച്ചിട്ട് നമ്മളെ ചായ ഒന്ന് പൊന്തി നോക്കിയതാണ് കേട്ടോ. മറിഞ്ഞിട്ടുണ്ടേ. അമ്മ ചായ വെച്ചിട്ട് അപ്പുറത്തടിയോ പോയിട്ടുണ്ട്. ഞാൻ വരുമ്പോഴത്തേക്ക് അത് പതച്ചിട്ട് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ട്. പിന്നെ വേഗം ഇതാ തുടച്ചെടുക്കുന്നുണ്ട്. കൈയോടെ തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ സ്ക്രബ്ബറെല്ലാം ഇട്ടിട്ട് ഒരക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇതാ വേഗം ഒന്ന് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അമ്മ ഇല്ലാത്ത സമയം മാത്രമേ ഞാൻ അടുപ്പിൻ്റെ ഭാഗത്തേക്ക് പോക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ അടുപ്പിൻ്റെ ഭാഗം തുടക്കലും വെണ്ണീര് വാരലും വെള്ളം വെക്കലും എല്ലാം അമ്മേൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഞാൻ അടുക്കളയിലുള്ള പരിപാടികളെ നോക്കണ്ടു. ഇന്ന് ഏട്ടന് നൈറ്റാണ്. അതുകൊണ്ട് ഞാൻ ചോറൊന്നും രാവിലെ തന്നെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്നലെ കിടന്നിട്ടുണ്ടായിന്. അപ്പം ഞാൻ മെല്ലനെ എണീച്ചത്. മാവും ഉണ്ട്, കറിയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് മെല്ലനെ മടിച്ചായിട്ട് എണീച്ചു. അപ്പോൾ ഞാൻ വേഗം ദോശക്കെല്ലാം അടുപ്പത്ത് വെക്കുന്നുണ്ട്. തലേന്ന് വെച്ച നല്ല അടിപൊളി മത്തിക്കറിയാണ്. നല്ല ചട്ടിയിലെല്ലാം പറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദോശക്ക് അത് എടുക്കാമെന്നേനും എൻ്റെ മനസ്സിലുണ്ടായിന്. പക്ഷേങ്കിൽ മക്കൾ രാവിലെ തന്നെ മത്തി ആയതുകൊണ്ടേ ബാക്കി എന്തെങ്കിലും ആണെങ്കിലും കൂട്ടാണ്ടൊന്നുമില്ല. എന്നാലും എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ ഞാൻ വേഗം കുറച്ച് ചമ്മന്തി അരക്കാലോ എന്ന് വിചാരിച്ചിട്ട് തേങ്ങ ഉരിക്കാൻ വന്നതാണ്. നമ്മൾ തേങ്ങ 3-4 ഒപ്പരം അങ്ങ് ഉരിച്ച് വെക്കലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനെ. ഞാനിതാ വേഗം എമർജൻസി ആയിട്ട് ഒരു തേങ്ങ ഉരിക്കാൻ വന്നതാണ്. ഇതാ ഞാൻ വേഗം വന്നിട്ട് നമ്മളെ ചമ്മന്തിൻ്റെ പരിപാടികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങയിൽ പച്ചമുളകും ഇത്ര പൊടി മുളക് പൊടിയും ഉള്ളിയും പുളിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് ഒരു ഉള്ളിയെല്ലാം ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. വേഗം തന്നെ ഇത് നമ്മളെ വറുത്തിടേണ്ട പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇവിടെ പിള്ളേർക്ക് വേണ്ടത്. അപ്പോൾ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കണ്ടേ. ആ കൈയോടെ തന്നെ വേഗം ദോശക്കല്ലും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ തേജ് വന്നിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ദോശേൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മളെ തേജൂട്ടൻ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂട് ആവി വറക്കുന്ന ദോശയും ചട്നിയും ചായയും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വായിൽ വെച്ചതാ അമ്മേ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കും ചില സമയം തിന്നാണ്ടെല്ലാം പോയിക്കളി. ഒരു കഷ്ണം ഒരു ദോശ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാൽഭാഗം അരഭാഗം എല്ലാം തിന്നു പോകും. അപ്പോൾ ഞാൻ വിചാരിക്കും വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാലെങ്കിൽ അത്രയെങ്കിലും ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം രാവിലെ കൊടുക്കൽ തന്നെയാണ് കേട്ടോ. വീട്ടിൽ ലീവെല്ലാം ഉള്ള ദിവസം വായിലൊന്നും വെച്ച് കൊടുക്കൂലേ, വേണമെങ്കിൽ തിന്നുമെന്ന് പറയും. പക്ഷേ സ്കൂളിൽ പോകുന്ന സമയം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയെങ്കിലും വയറ്റിലാക്കി കൊടുക്കാൻ നോക്കലുണ്ട്. രണ്ടാൾക്കും ഇതുതന്നെയാണ് പരിപാടി. അപ്പോൾ തേജു ഇതാ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോക്കാന്ന്. തിരിഞ്ഞ് നോക്കാണ്ട് ടാറ്റ പറയാണ്ടുള്ള പോക്കാന്ന് കേട്ടോ. എന്നോട് ദേഷ്യം പിടിച്ചിട്ടുള്ള പോക്കാണ്. പാൻറ്റ് ബ്ലാക്ക് കട്ടേന്ന് വെച്ചു. അപ്പോൾ
രാവിലത്തെ കൊഞ്ചിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പല്ല് തേപ്പിൻ്റെ പരിപാടിയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ അടുത്താക്ക് വായിൽ വെച്ച് കൊടുക്കണം. ഇവരും അങ്ങനെ തന്നെയാണ് കേട്ടാ, ഫോണ് വേണം പക്ഷേ എങ്കിൽ ഇവർക്ക്. അങ്ങനെ ഇതാ ദേവുട്ടൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ വണ്ടി വരാൻ വേണ്ടിയിട്ട് ഏകദേശം ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മെല്ലനെ മേലോട്ടേക്ക് പോകാനുള്ള, മേലെയാണ് കേട്ടോ വണ്ടി വരിക, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഉള്ളത്. അപ്പം ദേവുട്ടൻ ഇതെല്ലാവരോടും ടാറ്റയെല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. തലേന്ന് രാത്രി ചെയ്തൊരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഇന്ന് രാവിലെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് വേഗം ഞാൻ മക്കളെല്ലാം പറഞ്ഞയച്ചതിന് ശേഷം ചായ ഒന്നും കുടിച്ചില്ല. അതിലിടക്ക് തന്നെ 9 മണി 9:15 കൊണ്ടുതരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ, പിന്നെ ടെൻഷനാണ് കൊടുത്തിട്ടില്ലെങ്കിൽ പറഞ്ഞത് സമയത്തിന്. അപ്പോൾ വേഗം തന്നെ ഇതാ ഫോട്ടോ പ്രിൻ്റാണ്, എഡിബിളാണ്, ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. തലേന്ന് തന്നെ പിസ്താഷ്യോ ആണ് കേട്ടോ, അതെല്ലാം ചെയ്ത് സെറ്റാക്കി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റിക്കർ അങ്ങ് പറിച്ചിട്ട് പിന്നെ ഒട്ടിച്ചു കൊടുക്കുകയോ വേണ്ടു. അപ്പോൾ നമ്മളെ പിസ്താഷ്യോ ഫോട്ടോ പ്രിൻ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ ഫൈനൽ ലുക്കാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവറാണ് കേട്ടോ പിസ്ത എന്ന് പറയുന്നത്. ഫില്ലിങ്സിൽ നട്ട്സും ചോക്കോ ചിപ്സും എല്ലാം വന്നിട്ടുള്ള അടിപൊളി കേക്കാണ്. അപ്പം വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഓർഡറാണ് കേട്ടോ ഇത്. ഒരു 5 മിനിറ്റേ പോകാനുള്ളൂ. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് പിന്നെ ഏട്ടൻ എണീച്ചുകൊണ്ട് പിന്നെ നമ്മൾ രണ്ടാളും കൂടി അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനത് പാക്കാക്കുന്നതാണ്. കേക്ക് റെഡി ആയിട്ടുണ്ട്, വേഗം കൊടുത്തിട്ട് വരാമെന്ന് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഇതാ നമ്മൾ വേഗം തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടേ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് തളർന്നു പോയിട്ടുണ്ട്. അതിന് ചായ ഒന്നും കുടിക്കുകയില്ല രാവിലെ. അപ്പോൾ ഇതാ പട്ടയും ഇട്ടിട്ടുള്ള ഒരു ചൂടുവെള്ളമാണ് കേട്ടോ, രാവിലെ തന്നെ ചൂടോടെ ഊതി കുടിക്കും. ചില സമയം ചിയാ സീഡെല്ലാം കുതിർത്ത് വെച്ചിട്ട് കഴിക്കും. അങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ് കേട്ടോ. ഏട്ടൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ എന്താ കഴിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഡയറ്റ് പ്രമാണിച്ചിട്ടുള്ള എൻ്റെ ഡയറ്റ് മെനുവിലുള്ള ഒരു ഫുഡാണ് കേട്ടോ ഇത്. 2 പിന്നെ എഗ് വൈറ്റും ഒരു ഫുള്ളായിട്ടുള്ളൊരു എഗ്ഗും ഒരു ആപ്പിളും 2 കഷ്ണം ക്യാരറ്റും. ഇതാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നിട്ട് ഏകദേശം കുറേ ആയിപ്പോയി, 1 കൊല്ലത്തോളമായി. എൻ്റെ പഴയ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇവളെ പട്ടിണി കിടന്നിട്ടൊന്നുമല്ല കേട്ടോ, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം കഴിച്ചിട്ട് തന്നെയാണ്, അളവ് കുറച്ചിട്ട് കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് തന്ന ഒരു ഇതാണ് കേട്ടോ, ഡയറ്റ് പ്ലാനാണിത്. ഓരോരോ ശരീരത്തിന് ഓരോ ടൈപ്പിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ എനിക്കിത് നല്ല ഫില്ലാവുന്നുണ്ട് ഫുള്ളായിട്ട്. നമ്മൾ പ്രോട്ടീനും എല്ലാം കിട്ടിയല്ലോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നല്ലൊരു ഫില്ലാണ്. പിന്നെ ജിമ്മിലെല്ലാം പോയി വന്നു കഴിഞ്ഞാലന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുള്ളൂ. അമ്മ രാവിലെ കുറച്ച് അലക്കിയിട്ടിട്ട് പിന്നെ നമുക്ക് പണിയുണ്ടായിന്, അമ്മ അങ്ങ് പോയി. പിന്നെ കുറച്ച് ബാക്കിയുള്ളത് ഞാനും കൂടി അലക്കി ഏട്ടനകത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. അലക്ക് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വെക്കാമെന്ന് വെച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ഒന്ന് കണ്ണൂർ പോയിട്ട് വരാമെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ചോറ് വെക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് വേഗം തന്നെ അതൊന്ന് പിന്നെ കഴുകി വെച്ചിട്ട് പെരക്കി വെക്കാമെന്ന് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനതൊന്ന് ക്ലീൻ ആക്കുന്നതാണ്. എന്തോ ഭയങ്കര മടിയാണ് കേട്ടോ ബീഫ് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എങ്ങനെയെല്ലാം കഴുകുന്നുണ്ട്, ഇങ്ങനെ മേക്കൊന്നും വെള്ളമൊന്നും ആവാണ്ട് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ കഴുകുന്നത്. എന്തോ ഒരു ഞെട്ടം പോലെയാണ്. പിന്നെ കഴിക്കലും ചെറിയൊരു പീസ് അങ്ങനെയല്ലേ കഴിക്കുമല്ലോ. ഏട്ടൻ വെക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബീഫ് വൃത്തിയിൽ കൂട്ടാൻ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ കഴിക്കലേ ഇല്ല. പിന്നെ ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പുറത്ത് എവിടെയും നമ്മൾ ഈ ബീഫിൻ്റെ വെള്ളം ഒഴിക്കലില്ല കേട്ടോ. ഈ ഒരു വാഷ് ബേസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. കാരണം ഇതിൻ്റെ അടുത്തുനിന്ന് ആകമുണ്ട്, അടുത്തൊന്നല്ല കുറേ ദൂരെയാണ്, ഈ ഒരു പറമ്പാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ബീഫിൻ്റെ എല്ലാം വെള്ളം എന്തെങ്കിലും പിന്നെ പുറത്ത് ആയിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, മാക്സിമം സൂക്ഷിച്ചിട്ടാണ് ബീഫ് വെച്ച ദിവസം കൈകാര്യം ചെയ്യലേട്ടാ. ഞാൻ ഈ നമ്മളെ വേസ്റ്റ് ഇടുന്ന ബക്കറ്റിൽ അതിൻ്റെ കൊട്ടും കാര്യങ്ങളെല്ലാം ഇടും. എന്നിട്ട് നമ്മൾ ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ഇടുന്ന ഒരു സംഭവമില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. നമ്മൾ ഭൂമിയിൽ തട്ടാത്ത രീതിയിലാണ് കേട്ടോ ഞാനത് ചെയ്യൽ. ഭയങ്കര ഒരു ടെൻഷനാണ് എനിക്കത്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും മാറ്റിയിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫോൺ എടുത്ത ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് കടലാസും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന്. അപ്പം ഏട്ടന് നൈറ്റ് ആയതുകൊണ്ട് ബാഗും കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. ഓർ അങ്ങോട്ടേക്ക് ഡ്യൂട്ടീൻ്റെ ആവശ്യത്തിന് അങ്ങോട്ടേക്ക് പോകും. ഞാൻ പിന്നെ തിരിച്ച് ബസ്സിന് ഇങ്ങോട്ടേക്ക് വരും. മക്കൾ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചെത്തണം. അപ്പം നമ്മളിത് നിക്ഷാനിലാണ് കേട്ടോ പോയിട്ടുണ്ടായിന്, കണ്ണൂർ. അപ്പോൾ അങ്ങനെ അവിടുന്ന് പിന്നെ അതെല്ലാം വാങ്ങി. എനിക്ക് കുറച്ച് സംശയങ്ങളെല്ലാം ഉണ്ടായിന് ഈ ഫോണിൻ്റെ. അപ്പോൾ അതെല്ലാം തീർത്ത് അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വേഗം വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടുണ്ട്. മക്കൾ വരുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് എത്തണം. അപ്പോൾ പിന്നെ ഫുഡും കഴിച്ചിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നത് പുലരിയിലാണ് കേട്ടോ. കണ്ണൂർ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അയ്യോ എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ഇവിടുത്തെ ചോറും കറിക്കും നല്ല ഡിമാൻഡാണ്. ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സൊക്കെ വന്നിട്ട് ഇവിടെ പിന്നെ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഫിഷ് ഐറ്റംസിനെ കൊണ്ടുള്ള കളിയാണ് ഇവിടെ. കൂന്തലാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ പായസമുണ്ട്, പ്രഥമനാണ്. നല്ല ടേസ്റ്റി ഫുഡാണ്. കണ്ണൂർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും പുലരിയാണ്, അത്രയും ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി നോക്കുന്നതാണ്. അപ്പോൾ ഏട്ടൻ എന്നെ അവിടെ ബസ് സ്റ്റാൻഡിലാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. കൂത്തുപറമ്പ് ബസ് കയറിയിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. ബസ്സിൽ പോക്ക് കുറവാണ്. ഒന്നെങ്കിൽ കാറ് അല്ലെങ്കിൽ എൻ്റെ സ്കൂട്ടിയിൽ ഞാനും പോവും, അങ്ങനെയെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് കട്ടക്ക് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് വിലപ്പെട്ടതാണ്. എല്ലാവരും ലൈക്കും കമൻറ്റും ഒന്നും ഇടാൻ മറന്നു പോകരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.